വ്ലോഗ്. നമ്മൾ ഇന്ന് പോകുന്നത് നെയിൽസ് അപ്പോയിന്റ്മെന്റിനാണ്. അപ്പൊ ഞാൻ അങ്ങനെ എപ്പോഴും നെയിൽസ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല. എനിക്ക് എന്റെ നാച്ചുറൽ നെയിൽസ് ആണ് കുറച്ചും കൂടി ഇഷ്ടം. ക്രിസ്മസ് സീസൺ ആയതുകൊണ്ടും കുറച്ച് നാളത്തേക്ക് ക്ലിനിക്സ് ഒന്നും ഇല്ല. പിന്നെ എനിക്ക് ക്ലാസ് തുടങ്ങാൻ ഒരു 2 വീക്സ് ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് നെയിൽസ് ചെയ്യാമെന്ന്. ക്രിസ്മസിന്റെ പള്ളിയിലൊക്കെ പോകുമ്പോൾ നെയിൽസ് ആയിട്ട് പോകാമല്ലോ. ഞാൻ വിചാരിക്കുന്ന റെഡ് നെയിൽസ് ചെയ്യണം. റെഡ് കുറച്ച് സ്പാർക്ലി ആയിട്ടുള്ള ലൈറ്റ് ഷെയ്ഡ്സ് ചെയ്താൽ എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ കുക്ക് ചെയ്യുമ്പോഴും പാത്രം കഴിയുമ്പോഴൊക്കെ കളർ പിടിക്കും. പക്ഷെ നമുക്ക് ഡാർക്ക് ഷെയ്ഡ് ചെയ്യാന്നേ. പുറത്ത് നല്ല തണുപ്പാണ്, -20, ഫീൽസ് ലൈക്ക് -20 ആണ്. അപ്പൊ അപ്പോയിന്റ്മെന്റിന് പോകുന്നതിന് മുന്നേ കുറച്ച് ടൈം ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക്. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇവിടുത്തെ കുറച്ച് സീനറി ഒക്കെ കാണിച്ചു തരാന്ന്. നല്ല രസമില്ലേ കാണാൻ? ഇതെന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സ്പോട്ട്സ് ആട്ടോ. എന്റെ കൈ ഫ്രീസ് ആയില്ലെന്നേ ഉള്ളൂ എന്റെ പൊന്നെ. പിന്നെ ചായ ഒന്ന് തണുപ്പിക്കാൻ വെച്ച കേട്ടോ അവിടെ. അത് കഴിഞ്ഞ് നമ്മളിതേ പൊക്കോണ്ടിരിക്കുക. സൂസീനെയും പിക്ക് ചെയ്തു കേട്ടോ. നമ്മൾ രണ്ടുപേരും കൂടിയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സോയി നെയിൽസിലാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്ത് വർക്ക് കാണിക്കുന്നോ അതുപോലെ അവരവിടെ ചെയ്തു തരും. പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്യാനുള്ള സാധനം കേട്ടോ. അത് നമുക്കത് കയ്യിലൊക്കെ വെച്ച് നോക്കി ഇട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. എന്നിട്ട് കളർ ചേരുന്നുണ്ടെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഓൾറെഡി കളറൊക്കെ ഫിക്സ് ചെയ്തിട്ടാണ് വന്നത്. എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ എൻ്റെ ഒറിജിനൽ നെയിൽസിലും സൂസി അവളുടെ എക്സ്റ്റൻഷനുമാണ് ചെയ്തത്. പിന്നെ നമ്മൾ ഫുഡ് മേടിച്ച് വീട്ടിൽ പോയി. ബൈ ഗൈസ്.